റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിലാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്. സെല്ലുലാർ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മാർട്ടിൻ കൂപ്പർ. മാർട്ടിൻ കൂപ്പറാണ് സെല്ലുലാർ ഫോണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് നിലവിൽ വന്നത് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ട ഭാരതീയ ദാർശനികൻ ശങ്കരാചാര്യർ. ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. സരോജിനി നായിഡുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ട. ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന കൃതി ആരുടേതാണ്? സ്റ്റീഫൻ ഹോക്കിൻസ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആരുടെ കൃതിയാണ്? സ്റ്റീഫൻ ഹോക്കിൻസ്. UN പൊതുസഭയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. UN പൊതുസഭയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയത് ആരാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയത്. ഗാന്ധിജി ഇന്ത്യയിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ച സ്ഥലം ചമ്പാരൻ. ഗാന്ധിജി ഇന്ത്യയിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ച സ്ഥലം ചമ്പാരൻ. ടാഗോർ പ്രഭുസ്ഥാനം ഉപേക്ഷിച്ചതിന് കാരണം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ടാഗോർ പ്രഭുസ്ഥാനം ഉപേക്ഷിച്ചതിന് കാരണം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. ഗൺ പൗഡർ കണ്ടുപിടിച്ചത് ആരാണ്? ചൈന. ഗൺ പൗഡർ കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ്? ചൈന. സുലു വർഗ്ഗക്കാർ താമസിക്കുന്ന സ്ഥലം ദക്ഷിണാഫ്രിക്ക. സുലു വർഗ്ഗക്കാർ താമസിക്കുന്ന സ്ഥലം ദക്ഷിണാഫ്രിക്കയാണ്. ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? റൂസ്വെൽറ്റ്. റൂസ്വെൽറ്റാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുവാൻ അധികാരം ആർക്ക്? പാർലമെൻറ്റ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരം പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റിനാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരം. ഭരണഘടനാ രൂപീകരണത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ രൂപീകരണത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഋഗ്വേദത്തിലെ തവള ശ്ലോകം വൈദിക കാലഘട്ടത്തിലെ ഏത് സമ്പ്രദായത്തെക്കുറിച്ച് വിവരം നൽകുന്നു? കാർഷികം. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും കേവലം എത്ര ദിവസത്തിലാണ് പൂർത്തിയാക്കിയത്? 72. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും കേവലം എത്ര ദിവസത്തിൽ പൂർത്തിയാക്കി? 72. ലോകഹിതവാദി എന്നറിയപ്പെട്ടത് ഗോപാൽ ഹരി ദേശ്മുഖ്. ലോകഹിതവാദി എന്നറിയപ്പെട്ടത് ഗോപാൽ ഹരി ദേശ്മുഖ്. ദൈവത്തിൻ്റെ അവതാരമെന്നും ലോകത്തിൻ്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഗോത്രവർഗ നേതാവ് ആര്? ബിർസ മുണ്ട. ദൈവത്തിൻ്റെ അവതാരമെന്നും ലോകത്തിൻ്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഗോത്രവർഗ നേതാവാണ് ബിർസ മുണ്ട. ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു ഐസ് കഷ്ണം പൊങ്ങിക്കിടക്കുന്നു. അതിലെ ഐസ് കഷ്ണം ഉരുകിത്തീർന്ന ഉടൻ ജലനിരപ്പ് താഴുന്നു. ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു ഐസ് കഷ്ണം പൊങ്ങിക്കിടക്കുന്നു. അതിലെ ഐസ് കഷ്ണം ഉരുകിത്തീർന്ന ഉടൻ ജലനിരപ്പ് താഴുന്നു. കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് 1978. 1978 കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത്. ഏറ്റവും കൂടുതൽ പോഷക ഗുണമുള്ള കേരളത്തിലെ നദി ഏത്? പെരിയാർ.
ഏറ്റവും കൂടുതൽ പോഷക ഗുണമുള്ള കേരളത്തിലെ നദി ഏത്? പെരിയാർ. മൈ ടൈംസ് എന്ന കൃതി ആരുടെ ആത്മകഥയാണ്? JB കൃപലാനി. JB കൃപലാനിയുടെ ആത്മകഥയാണ് മൈ ടൈംസ്. അനന്തപത്മനാഭൻ തോപ്പ് എന്നുകൂടി പേരുള്ള വേമ്പനാട്ട് കായലിലെ ദ്വീപ് പാതിരാമണൽ. അനന്തപത്മനാഭൻ തോപ്പ് എന്നുകൂടി പേരുള്ള വേമ്പനാട്ടു കായലിലെ ദ്വീപാണ് പാതിരാമണൽ. ഗാനരചനയ്ക്ക് ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? വയലാർ രാമവർമ്മ. ഗാനരചനയ്ക്കു ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? വയലാർ രാമവർമ്മ. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? കുമളി. കുമളി ഗ്രാമപഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന പ്രദേശം മൂന്നാർ. മൂന്നാർ ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം 1978. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം 1978. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് 1956 നവംബർ 1. 1956 നവംബർ 1 കേരള ഹൈക്കോടതി നിലവിൽ വന്നത്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇടപ്പള്ളി. ഇടപ്പള്ളിയിലാണ് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്ന വർഷം 1978. 1978 കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. ക്യാബിനറ്റിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ക്യാബിനറ്റിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നു. ലോക്സഭ പിരിച്ചുവിടുന്നതാര്? രാഷ്ട്രപതി. ലോക്സഭ പിരിച്ചുവിടുന്നതാര്? രാഷ്ട്രപതി. ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ജഡ്ജി വി രാമസ്വാമി 1993. ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ജഡ്ജിയാണ് വി രാമസ്വാമി 1993. ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അനുച്ഛേദം 280. ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അനുച്ഛേദം 280. ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി? ജപ്പാൻ. ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി? ജപ്പാൻ. ആദ്യ യൂത്ത് ഒളിമ്പിക്സ് നടന്ന വർഷം 2010. 2010 ആദ്യ യൂത്ത് ഒളിമ്പിക്സ് നടന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഒരേയൊരു നാടകമാണ് കഥാബീജം. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഒരേയൊരു നാടകം കഥാബീജം. ശാന്തസമുദ്രത്തെയും ആർട്ടിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ബെറിങ് കടലിടുക്ക്. ശാന്തസമുദ്രത്തെയും ആർട്ടിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. മഴത്തുള്ളിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണം ഉണ്ടാക്കുന്ന സൂക്ഷ്മ കണികകൾ ബുൾബുൾസ്. മഴത്തുള്ളിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണമുണ്ടാക്കുന്ന സൂക്ഷ്മ കണികകളാണ് ബുൾബുൾസ്. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഹരിതകം. സസ്തനികളുടെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7. സസ്തനികളുടെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7. രക്തത്തിൽ എത്ര ശതമാനം ജലമുണ്ട്? 80%. രക്തത്തിൽ എത്ര ശതമാനം ജലമുണ്ട്? 80%. ക്യൂലക്സ് പെൺകൊതുകുകൾ പരത്തുന്ന ഒരു രോഗം മന്ത്. ക്യൂലക്സ് പെൺകൊതുകുകൾ പരത്തുന്ന ഒരു രോഗമാണ് മന്ത്. സാർസിന് കാരണമായ വൈറസ് കൊറോണ വൈറസ്. സാർസിന് കാരണമായ വൈറസാണ് കൊറോണ വൈറസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള രക്തഗ്രൂപ്പാണ് O പോസിറ്റീവ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള രക്തഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്.